ദിക്ർ ചൊല്ലുന്നവനാണെങ്കിൽ ഒരു ആയുധവും അവന് കേൾക്കൂല, ഒരു പരിക്കും അവനക്ക് പറ്റൂല. അല്ലാഹു തആല കാത്തു രക്ഷിക്കും. വല ദിക്റുല്ലാഹി അക്ബർ. ഇതാണ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്. മുഫദ്ദൽ മിൻഹുനെ കളഞ്ഞത് ഉമൂമിന് വേണ്ടി, അഥവാ ആയുധങ്ങളെക്കാൾ ഏറ്റവും വലിയ ആയുധം ദിക്റാണ്. പരിചയേക്കാൾ ഏറ്റവും വലിയ ദിക്റാണ്. എല്ലാ പ്രതിരോധ ശക്തിയേക്കാളും ഏറ്റവും വലിയ പ്രതിരോധ ശക്തി ദിക്റാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും പതിവാക്കുക. അതാണ് പാതിരാ സമയത്തുകൂടി സൂറത്തു സജ്ദയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗമാണ് തതജാഫാ ജുനൂബും. പാതിരാ സമയത്ത് എല്ലാവരും സുഖലോലുപരായി കിടന്നുറങ്ങുന്ന സമയത്ത് ബെറ്റും തലയിലും എല്ലാം ഒഴിവാക്കി കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ ദിക്റുന്നവരെവിടെ? എന്നിട്ടോ ഇതുപോലെ റബ്ബഹും ഖൗഫൻ വ തമഅൻ, റബ്ബിൻ്റെ നിഅമത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളുടെ ഭയാനകരമായ ശിക്ഷയെക്കുറിച്ച് ആശങ്ക കൊല്ലാൻ രണ്ടും കൂടി സമ്മിശ്രമായിട്ട് കൈകൊള്ളി മലർത്തുക. മഹാനവ്യത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽ ഖൗഫു വർ റജാ കജനാഹി ത്വാഹിർ ഇദാ ഇസ്തവയാ ഇസ്തവഹില്ല. ഒരു പക്ഷിൻ്റെ രണ്ട് ചിറകിൻ്റെ സ്ഥാനത്താണ് ഖൗഫ് റജ. രണ്ടും സമ്മിശ്രമായിരിക്കണം, കൂടാൻ പാടില്ല. വെറും റജ മാത്രം പാടില്ല, വെറും ഖൗഫ് മാത്രം പാടില്ല. പക്ഷിയുടെ രണ്ട് ചിറക് പോലെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് നന്നായി ആലോചിച്ച് പേടിച്ച് വിറച്ച്, എന്നാലോ നിരാശ പിടിപ്പെടാൻ പാടില്ല, എന്നാലോ ആശ അവനിക്ക് വേണം. വെറും പ്രത്യാശ മാത്രമാകാൻ പാടില്ല. എൻ്റെ ദുആക്കുന്നത് എന്താ സ്വീകരിക്കും, എനിക്കൊരു കുഴപ്പമില്ല, അതുണ്ടാകാൻ പാടില്ല. അങ്ങനെ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്